മാസങ്ങൾ നീണ്ട ശാന്തതയ്ക്ക് ശേഷം ചെങ്കടൽ വീണ്ടും അക്രമങ്ങളുടെ ഒരു കൂത്തരങ്ങായി മാറുകയാണ്. അതായത് ചെങ്കടലിലൂടെ പോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായ ആക്രമണം ഉണ്ടാകുന്നു. യമനിലെ വിമത വിഭാഗമായ ഹൂത്തികളുടെ ഭാഗത്തു നിന്നാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. ഏതാണ്ട് 2 ദിവസങ്ങൾക്കുള്ളിൽ 2 വാണിജ്യ അല്ലെങ്കിൽ ഈ പറയുന്ന വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന കപ്പലുകളാണ് ഹൂത്തികളുടെ ആക്രമണത്തിൽ തകർന്ന് കടലിലേക്ക് മുങ്ങിപ്പോയത്. എറ്റേണിറ്റി സീ അതുപോലെ തന്നെ മാജിക് സീസ് എന്നീ 2 കപ്പലുകൾ മുങ്ങി. അതായത് ഗ്രീസിൻ്റെ ഉടമസ്ഥതയിലുള്ള ലൈബീരിയൻ പതാക വഹിച്ച കപ്പലിന് നേരെയാണ് ആദ്യം ആക്രമണം ഉണ്ടായത്. അപ്പോൾ ഈ ആക്രമണം ഉണ്ടായപ്പോൾ പതിയെ ഈ കപ്പലിൽ വന്ന് ബോട്ടോ മറ്റോ വന്ന് ഇടിക്കുന്നു, എന്നിട്ട് പതിയെ ഇത് മുങ്ങുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. അതിനുശേഷമാണ് ഈ എറ്റേണിറ്റി സീ എന്ന് പറയുന്ന കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായത്. ഈ ആക്രമണത്തിൽ 4 നാവികർ കൊല്ലപ്പെട്ടു. വളരെ ഗുരുതരമായ ഒരു സംഭവം തന്നെയാണ്. 22ഓളം പേർ കടലിലേക്ക് വീണുപോയി. ഇവരെ പിന്നീട് രക്ഷപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ശരിക്കും പറഞ്ഞാൽ ഇസ്രയേലും പാലസ്തീനും തമ്മിലുള്ള സംഘർഷം പല മേഖലകളിലേക്ക് വ്യാപിച്ചിരുന്നു. 21 മാസമായി തുടരുന്ന സംഘർഷത്തിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ഈ ചെങ്കടലിൽ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ. അതായത് പലസ്തീനെ അനുകൂലിക്കാത്ത അല്ലെങ്കിൽ പലസ്തീന് എതിരെ നിൽക്കുന്ന രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് നേരെ ഞങ്ങൾ ആക്രമണം നടത്തും. ഇതാണ് ഇവർ കൃത്യമായിട്ട് പറഞ്ഞത്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇസ്രയേലുമായിട്ട് വ്യാപാര ബന്ധം പുലർത്തുന്ന രാജ്യങ്ങൾക്ക് നേരെ ഞങ്ങൾ ആക്രമണം നടത്തും എന്ന് പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ എറ്റേണിറ്റി സീക്കും അതുപോലെ തന്നെ മാജിക് സീക്കും ഈ 2 കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നത്. മാത്രമല്ല സൂയസ് കനാലിലൂടെ വടക്കോട്ട് പോയ ഒരു കപ്പലിന് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഡ്രോണുകൾ ഉപയോഗിച്ചിട്ട് ആക്രമണം നടത്തുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന ആയുധങ്ങളൊക്കെ വഹിക്കാൻ കഴിയുന്ന ഡ്രോണുകൾ മാത്രമല്ല ബോട്ടുകളിലെത്തിയും ആക്രമണം നടത്തുന്നുണ്ട്. അപ്പം മാസങ്ങൾ നീണ്ടുനിന്ന ഈ ശാന്തത അവസാനിപ്പിക്കാനായിട്ട് ഹൂത്തികൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഹൂത്തികൾ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ഇസ്രയേലിനെ ആക്രമിക്കുന്നുണ്ട്. ഇസ്രയേൽ വ്യോമാക്രമണം തുടർച്ചയായിട്ട് യമനിലേക്ക് നടത്തുന്നുണ്ട്. അപ്പോൾ യമൻ്റെ ഒരു ഭാഗം നിയന്ത്രണത്തിലുള്ള ഈ ഹൂത്തികൾ ഇറാന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പലസ്തീന് വേണ്ടിയിട്ട് ഈ ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുകയാണ്. അമേരിക്ക ശക്തമായി അപലപിച്ചു. അതായത് സമുദ്ര സുരക്ഷയ്ക്കും നാവിഗേഷൻ സ്വാതന്ത്ര്യത്തിനും ഭീഷണിയായ പ്രകോപനമില്ലാത്ത ഭീകരാക്രമണങ്ങൾ എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചത്. പക്ഷേ ഹൂത്തികൾ പിൻവാങ്ങുന്നില്ല. ഹൂത്തികളുടെ ആക്രമണത്തിൻ്റെ സന്ദേശങ്ങൾ നേരത്തെ UAEക്കും കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ എറ്റേണിറ്റി സീ എന്ന് പറയുന്ന കപ്പലിൽ നിന്ന് എടുത്തു ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചവരെ പിന്നീട് യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷനും മറ്റ് സമുദ്ര അധികൃതരും ചേർന്നാണ് രക്ഷിച്ചത്. ചുരുക്കം പറഞ്ഞാൽ 2024 നവംബറിന് ശേഷം ഇത്തരത്തിൽ ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകൾക്ക് നേരെ ഇത്തരം ആക്രമണം ഉണ്ടാകുന്നത് ഇതാദ്യമാണ്. അപ്പോൾ ഈ 2 കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയത് ഹൂത്തികളാണെന്ന് അവർ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഈ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞങ്ങൾ ആക്രമണം നടത്തുന്നതെന്ന് ഹൂത്തി പറയുന്നു. നേരത്തെ ഇസ്രയേലിൻ്റെ വ്യോമാക്രമണം ഈ യമനിലേക്ക് നടത്തിയിരുന്നു. യമനിലെ ഹൊദൈദ, റാസിസ, സാലിഫ് തുറമുഖങ്ങൾ ഈ ആക്രമണത്തിൽ തകർന്നു. മറ്റൊന്ന് റാസ് ഖത്തീസ് എന്ന് പറയുന്ന അവിടുത്തെ പവർ സ്റ്റേഷനെയും തകർത്തു. പക്ഷേ ഇസ്രയേൽ ഈ പവർ സ്റ്റേഷന് നേരെ ആക്രമണം നടത്തുന്നതിന് തൊട്ടു മുമ്പ് അവിടുത്തെ പ്രദേശവാസികളോട് ഒഴിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ടു. കാരണം ഞങ്ങൾ ഈ പറയുന്ന ഹൂത്തികൾക്ക് നേരെ ആക്രമണം നടത്തുകയാണ്. ഇപ്പോൾ ഇസ്രയേലിൻ്റെ ആവശ്യം ഹൂത്തികൾ യമൻ വിട്ടുപോകണം. ഭീഷണിയുടെ സ്വരത്തിൽ തന്നെയാണ് പറയുന്നത്. എന്നാൽ ഹൂത്തികൾ പറയുന്നത് ഞങ്ങൾ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രയേലിന് നേരെ ആക്രമണം നടത്തുന്നുണ്ട് എന്നാണ്. ശരിയാണ്, ജെറുസലേമിന് നേരെ ഇത്തരത്തിലുള്ള ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തി. മാത്രമല്ല ബെൻഗുറിയോൺ എയർപോർട്ട് തകർക്കാനുള്ള ഒരു ശ്രമവും നടത്തി. പക്ഷേ ഇതിനെയെല്ലാം തന്നെ ഇസ്രയേൽ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്ത് തരിപ്പണമാക്കി. ഇത്തരത്തിലുള്ള ആക്രമണത്തിന് ശ്രമിച്ചതോടുകൂടി ഇസ്രായേൽ കാറ്റ്സ് എന്ന് പറയുന്ന പ്രതിരോധ മന്ത്രി രംഗത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു യമന് ഒരു പക്ഷേ ഈ ടെഹ്റാൻ്റെ വിധി ഉണ്ടാകും. ടെഹ്റാനെ ഞങ്ങൾ എങ്ങനെയാണോ തകർത്തതെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അത്തരത്തിലുള്ള ഒരു ആക്രമണത്തിലേക്ക് പോവുകയാണ്. ഹൊദൈദ പവർ സ്റ്റേഷനെയൊക്കെ തകർത്തത് ഇതിൻ്റെ ഉദാഹരണം മാത്രമാണ്. ഇപ്പോൾ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ഒക്കെ വാണിജ്യ കപ്പലുകളെ തകർക്കാനായിട്ട് ഈ ഹൂത്തികൾ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ബ്രിട്ടനും അമേരിക്കയും ഒക്കെ രംഗത്ത് വരാം. നേരത്തെ തന്നെ ഈ ചെങ്കടലിലൂടെ പോകുന്ന മറ്റ് കപ്പലുകളെ ആക്രമിക്കുന്ന സ്വഭാവം ഈ പറയുന്ന ഹൂത്തികൾക്കുണ്ടായിരുന്നു. അപ്പം ഈ ഹൂത്തികളെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നിരന്തരമായി ഇവർ നടത്തി വരികയാണ്. ബ്രിട്ടൻ്റെയും അമേരിക്കയുടെയും ഒക്കെ
ഈ പറയുന്ന നേവൽ വിങ് ഇന്ത്യയുടെ പോലും തന്നെ യുദ്ധക്കപ്പലുകളൊക്കെ അങ്ങോട്ടേക്ക് വന്ന സാഹചര്യം ഉണ്ടായി. ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഹൂത്തികളും തമ്മിൽ ചില ഒത്തുതീർപ്പ് ചർച്ചകളൊക്കെ നടത്തിയിരുന്നു. അങ്ങനെ അമേരിക്കയുടെ കപ്പലുകളെ ആക്രമിക്കില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഉണ്ടാകുന്ന സംഭവം എന്ന് പറയുന്നത് ഇറാനിൽ നിന്നുള്ള ആയുധങ്ങളുടെ സപ്ലൈ ഏതാണ്ട് ഇവർക്ക് കുറഞ്ഞിരിക്കുകയാണ്. കാരണം ഇറാനാണ് ഇവർക്ക് സാമ്പത്തികമായിട്ട് സൈനികപരമായിട്ട് എല്ലാ പിന്തുണയും നൽകുന്നതെന്ന് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളും അമേരിക്കയും ഒക്കെ ആരോപിച്ചു. പക്ഷേ ഇവരതെല്ലാം നിഷേധിച്ചിരുന്നു. ഇപ്പോൾ എന്താ പറഞ്ഞാൽ ഈ തുറമുഖങ്ങളൊക്കെ തകർത്തതോടുകൂടി ഇത്തരത്തിലുള്ള ആയുധങ്ങൾ ഇവിടേക്ക് എത്തിച്ചേരുന്നില്ല, സഹായങ്ങൾ ലഭിക്കുന്നില്ല. അങ്ങനെ ഇവരെ തകർക്കാൻ കഴിയുമെന്നാണ് അമേരിക്കയും ഒപ്പം തന്നെ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളും കരുതുന്നത്. എന്തായാലും ആയുധധാരികളുടെ ആക്രമണം ഉണ്ടായി എന്നുള്ളത് യമൻ തന്നെ വെളിപ്പെടുത്തി, അല്ലെ ഹൂത്തികൾ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ ഹുദൈദ തുറമുഖത്ത് നിന്ന് 51 നോട്ടിക്കൽ മൈൽ അകലെയായിട്ടാണ് 2 കപ്പലുകൾ മുങ്ങിയത്. ഇപ്പോൾ ഈ യമൻ്റെ തലസ്ഥാനമായ സന ഉൾപ്പെടെയുള്ള വടക്കൻ യമൻ നിയന്ത്രിക്കുന്ന ഹൂത്തികളെ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്നതാണ് ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത്. അമേരിക്കയും ആ ഉദ്ദേശത്തോടുകൂടി വ്യോമാക്രമണം നടത്തിയാൽ വലിയ പ്രശ്നങ്ങളുണ്ടാകാം. നമുക്കറിയാം അബ്ദുൾ മാലിക് അൽ ഹൂത്തി എന്ന് പറയുന്ന നേതാവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഏതാണ്ട് 10,000 കണക്കിന് വരുന്ന പോരാളികൾ ഒരു സൈന്യമായി മാറി ഹൂത്തി എന്ന് പറയുന്ന ഒരു സേന രൂപീകരിക്കപ്പെടുന്നത്. ഈ ഹൂത്തികളാണ് ഇപ്പോൾ ചെങ്കടലിൻ്റെ മേഖലയിലേക്ക് ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. 2 കപ്പലുകളെയാണ് അവർ വെള്ളത്തിൽ മുക്കിയത്. ഇതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതായത് എറ്റേണിറ്റി സീ മുങ്ങിയതുകൊണ്ട് 4 നാവികർ കൊല്ലപ്പെട്ടു. നേരത്തെ തന്നെ മാജിക് സീ എന്ന് പറയുന്ന കപ്പൽ മുക്കുകയും ചെയ്തു. ഇത് ഈ ഗ്രീസിൻ്റെ ഉടമസ്ഥയിലുള്ള കപ്പലാണ്. ഗ്രീസ് അതുകൊണ്ട് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള അറേബ്യൻ രാജ്യങ്ങളുമായിട്ട് ചില ചർച്ചകൾ നടത്തുന്നുണ്ട്. എന്തായാലും യൂറോപ്യൻ രാജ്യങ്ങൾ അതുപോലെ തന്നെ ഇസ്രയേൽ വ്യോമാക്രമണവുമായിട്ട് യമനിലേക്ക് വന്നാൽ ഹൂത്തികൾ തുടച്ചു നീക്കപ്പെടും. അതിനു മുന്നോടിയായാണ് ഞങ്ങൾ അപകടകാരികളാണെന്ന് വ്യക്തമാക്കാനാണ് ഈ പറയുന്ന ചെങ്കടലിൽ ആക്രമണം നടത്തിയത്. അപ്പം മാസങ്ങളായിട്ട് ശാന്തത കളിയാടിയിരുന്ന ചെങ്കടൽ ഇപ്പോൾ അക്രമത്തിൻ്റെ ഒരു കേളി രംഗമായിട്ട് മാറി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. 2024 നവംബറിന് ശേഷം ഇത്തരത്തിൽ ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെയൊന്നും ആക്രമണം ഉണ്ടായിരുന്നില്ല. ഇന്ത്യൻ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായപ്പോൾ നമ്മൾ അവിടേക്ക് യുദ്ധക്കപ്പൽ അയച്ചതാണ്. അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളും യുദ്ധക്കപ്പൽ അയച്ചാണ്. ഇതൊക്കെ പിൻവലിച്ചതോടുകൂടിയാണ് ഹൂത്തികൾ ഇത്തരത്തിൽ നിരന്തരമായ ആക്രമണം നടത്തുന്നത്. ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം നടത്തുന്നു. എന്തായാലും 2 കപ്പലുകളെ ചെങ്കടലിൽ മുക്കിയതോടുകൂടി യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ പല രാജ്യങ്ങളും ഇപ്പോൾ യമന് അല്ലെങ്കിൽ ഹൂത്തികൾക്കെതിരായിട്ടുള്ള നിലപാടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഹൂത്തികൾക്കെതിരെയുള്ള ഒരു നിലപാട് എങ്ങനെയാണ് കടുപ്പിക്കുക എന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാം. ഒരുപക്ഷെ ഇസ്രായേൽ പറയുന്നത് പോലെ ഹൂത്തികൾ യമൻ വിട്ടുപോയില്ലെങ്കിൽ പൂർണ്ണമായും അവരെ അവിടെ നിന്ന് തുടച്ചു നീക്കും. ലെബനനിൽ നിന്ന് ഹിസ്ബുള്ളയെ നീക്കിയതുപോലെ ഇതുപോലെ ഗസയിൽ നിന്ന് ഹമാസിന് നേരെ നടത്തിയ ആക്രമണം പോലെ ഒരുപക്ഷെ യമനിലും ഹൂത്തികളെ തുടച്ചു നീക്കാനായി കടുത്ത ആക്രമണം അമേരിക്കയും ഇസ്രയേലും ഒക്കെ നടത്തിയേക്കും. എന്തായാലും ചെങ്കടൽ സംഘർഷഭരിതമായി തുടരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.